ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. പലതരം രസങ്ങൾ ഉണ്ടല്ലേ. എൻ്റെ ഈ ചാനലിൽ തന്നെ ഒരുപാട് തരം രസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുണ്ടല്ലോ സ്പെഷ്യൽ ആണ് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള രസം, വേറെ ഒന്നല്ല, വെറ്റില. ഇത് ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാവും, പക്ഷെ ഇത് എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ. തൊട്ടടുത്ത് എൻ്റെ മിനിയേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ നമ്മൾ ഇല ചൂസ് ചെയ്യുമ്പം ഒരുപാട് ഡാർക്ക് ഗ്രീൻ അല്ലാണ്ട് ഇങ്ങനത്തെ ലൈറ്റ് ഗ്രീൻ ആയ ഇലകൾ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ 5-6 ആൾക്കാരുള്ള വീട്ടിൽ 3 ഇല അല്ലെങ്കിൽ 4 ഇല, അതിൽ കൂടുതൽ പാടില്ല, അല്ലെങ്കിൽ ഒരുമാതിരി പുകമണ വരും. വെടുപ്പാക്കി അതൊന്ന് കയ്യിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നാടൻ തക്കാളി 3 തക്കാളി നമുക്ക് അതും കൂടി അരിഞ്ഞ് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ തക്കാളി ഇതിൽ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല. ബാക്കി ചേരുവകൾ നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാട്ടോ. വെളുത്തുള്ളി, ജീരകം, കുരുമുളക്. എരിവിന് കുരുമുളക് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയോ കുറയ്ക്കോ ചെയ്യാം, അത് എരിവനുസരിച്ച്. നന്നായി ചതച്ച് ഇത് മാറ്റി വെക്കാം. പിന്നെ വേറെന്താ, രസം ഉണ്ടാക്കുക, അത്ര തന്നെ. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ജീരകം, വെളുത്തുള്ളി, കുരുമുളക് ഇത് നന്നായി മൂത്ത് വരുമ്പം ലേശം കറിവേപ്പില, പിന്നെ പൊടികളിൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെ ഓരോ ടീസ്പൂൺ മതി, ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച വെറ്റിലയും തക്കാളിയും കൂടി ചേർത്ത്, ഇത് പച്ചയ്ക്കാണല്ലോ അരച്ച് വെച്ചേക്കണം, നമ്മൾ വഴറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ, ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ രസത്തിന് വേണ്ട വെള്ളം, പിന്നെ പുളി. ഇത് പുളി കരച്ചതാണ്, അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. മല്ലിയില, പിന്നെ ലേശ കായപ്പൊടി ഇട്ട് ഒരു തിളച്ചാൽ നല്ല അടിപൊളി രസമാണ്. പ്രത്യേകിച്ച് പിള്ളേർക്ക് നെഞ്ചിൽ ഈ കഫം കോൾഡൊക്കെ ഉള്ളപ്പം വളരെ വളരെ ഹെൽത്തിയാണ്. സൂപ്പായിട്ടും കുടിക്കുക, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ചും കഴിക്കാം. ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെയാണ് കഴിച്ചത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിനെ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.